നമസ്കാരം. നമ്മൾ പലരും ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ ഒരു മുട്ട ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് മുട്ട ഫ്രൈ ചെയ്യും. പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉണ്ണി വേവാനായിട്ട് നല്ലപോലെ താമസം ഉണ്ടാവും. അവസാനം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിക്കാറാണ് പതിവ്. ഒലിവ് മസാലയിലേക്ക് സ്വാഗതം. വളരെ സ്മൂത്തായിട്ടും ഈസി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും എങ്ങനെ ഒരു മുട്ട ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ നമുക്ക് എണ്ണയോ ബട്ടറോ ഒന്നും ആവശ്യമില്ല. ഈ പാനൊന്ന് മീഡിയത്തിൽ ചൂടാക്കി നമുക്ക് മുട്ട ഉടച്ചതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് അങ്ങിങ്ങായിട്ട് 5-6 തുള്ളി വെള്ളം ഒഴിക്കുക. വളരെ കുറച്ച്, അതായത് ഒരു 6-7 മില്ലി. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമ്മൾ 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നു. അതായത് ചെറിയൊരു സ്റ്റീം നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റീമിനകത്താണ് ഈ മുട്ട വേവുന്നത്. 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പക്ഷേ വീണ്ടും 1 മിനിറ്റ് കൂടി അത് അവിടെ മൂടിയിരുന്നു കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ ഹാർഡായിട്ട് വേണമെങ്കിൽ 2 മിനിറ്റ് കൂടി മൂടിയിരുന്നാലും കുഴപ്പമില്ല. ആരും ഞാൻ ചെയ്യുന്ന പോലെ കൈ കൊണ്ട് എടുത്തേക്കല്ല, ഇത് വളരെ സ്മൂത്തായിട്ട് സ്ലൈഡ് ചെയ്ത് പോരുമെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ കൈ കൊണ്ട് എടുക്കുന്നത്. അത് നമ്മൾ വളരെ ഈസി ആയിട്ടും സ്മൂത്തായിട്ടും ഷൈനി ആയിട്ടൊരു എഗ് ഫ്രൈ അല്ലെങ്കിൽ ബുൾസൈ എന്ന് പറയുന്നത് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇനി ഉപ്പോ കുരുമുളകോ ഇഷ്ടമുള്ള എന്ത് ചേർത്തായാലും കഴിക്കാം. കൂടാതെ ഒരു വലിയ പാനുണ്ടെങ്കിൽ 4-5 എണ്ണം നമുക്ക് ഒന്നിച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. ഒലിവ് മസാലയുടെ ഈ എപ്പിസോഡ് കണ്ട് എല്ലാവർക്കും നന്ദി.